രാത്രി പെയ്ത മഴയിൽ പാലായിൽ സ്ഥിതിഗതികൾ അല്പം രൂക്ഷമായിരുന്നു. എന്നാൽ മാനം തെളിഞ്ഞതോടെ പലയിടങ്ങളിൽ നിന്നും വെള്ളമിറങ്ങി തുടങ്ങിയതിന്റെ ആശ്വാസത്തിലാണ് നാട്ടുകാരുള്ളത്. ശനിയാഴ്ച പെയ്ത് വെള്ളം പൊങ്ങിയിരുന്നു. പക്ഷെ അത്രയും വെള്ളം ഉയർന്നിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. പക്ഷേ നാട്ടുകാർ പറയുന്നത് ഇപ്പോൾ വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ശനിയാഴ്ചത്തെ ആ ഒരു ലെവലിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഒരു അടയാളം കാണിച്ചു തരാം. ശനിയാഴ്ച പെയ്ത മഴയിൽ അല്ലെങ്കിൽ വന്ന വെള്ളത്തിൽ ഒരു ഫ്ലെക്സിൽ ഒരു അടയാളം വീണിട്ടുണ്ട്. ആ ഫ്ലെക്സിന്റെ അടയാളം വീണ സ്ഥലം വരെ, അതായത് ഒരാൾ പൊക്കത്തോളം ഉയരത്തിൽ ഇവിടെ വെള്ളം പൊങ്ങിയിരുന്നു. പക്ഷെ ഇന്ന് അതിനേക്കാൾ വളരെ താഴെയാണ് നിലവിലെ ജലനിരപ്പിന്റെ നില. പക്ഷേ പോകെ പോകെ ഈ വെള്ളം വീണ്ടും ഉയർന്നു വരുമെന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. മലയോര മേഖലകളിലെല്ലാം മഴ അതിശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് പൊങ്ങാനുള്ള ചാൻസാണ് കാണുന്നത്. ഇപ്പോഴാണ് ലേശം മഴ ശമിച്ചത്. ഇപ്പം മഴ മാറി നിൽക്കുന്നുള്ളത് ആശ്വാസമല്ലേ? അതെ, ഇപ്പോഴും അതൊരു ആശ്വാസകരമായ കാര്യമാണ്. നമ്മൾ പണ്ടത്തെ വലിയ വെള്ളം ഒരു വെള്ളം മണ്ണായിരുന്നല്ലോ, അതിനുശേഷം നമുക്ക് വെള്ളം ഇന്നലത്തെ വെള്ളമാണ് ഇവിടെ ടോപ്പായിട്ട് വന്നത്. ഞാനിപ്പോ സിവിൽ ഡിഫൻസിൽ ഉണ്ട്. അപ്പൊ ഞങ്ങൾ രാത്രി മുഴുവൻ ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് എമർജൻസി റെസ്ക്യൂ ആയിട്ട് ബന്ധപ്പെട്ട് ഇവിടെ അന്നേരം ഞങ്ങൾ ഇവിടെ വന്നായിരുന്നു കഴിഞ്ഞ ദിവസം. അതപ്പോൾ ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാറുണ്ട്. അവിടെ കുറച്ച് കുട്ടികൾ, ഒരു കുടുംബം കുട്ടികളുമായിട്ട് പുറത്തിറങ്ങി ഈ വെള്ളപ്പൊക്കം ആസ്വദിക്കാനാണെന്ന് തോന്നുന്നു. ഞങ്ങൾ കുട്ടികളെയും കൊണ്ടുവന്ന് കാണിക്കുകയാണ് ഈ വെള്ളത്തിന്റെ നിലയൊക്കെ. ഒരുപാട് പേര് നമ്മൾ ഇവിടെ നിന്നപ്പോൾ കണ്ടു. കുഴപ്പമില്ല എന്ന് പറയാം. പക്ഷേ വലിയ അപകടങ്ങളും പതിയിരിപ്പുണ്ട്. കാരണം അവിടെ കുഴികളൊക്കെ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അപ്പോൾ കുട്ടികളാകുമ്പോൾ വളരെ വേഗത്തിൽ വീണ് പോകും. അപ്പോൾ ഈ വലിയ വാഹനങ്ങൾ മാത്രമേ ഇപ്പോൾ പാലാ ഈ ജംഗ്ഷനിലൂടെ കടന്നു പോകുന്നുള്ളൂ. ബസ്, ലോറി അങ്ങനെയുള്ള വാഹനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇരുചക്ര വാഹനങ്ങൾക്കൊന്നും നടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയാണ്.